രാമ 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 പാഹി മാം രാമ 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 പാഹി മാം രാമ 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 രാമ. അമ്മേ കഞ്ഞി വിളമ്പ അമ്മേ. ഇത് നാമം ചെല്ലടാ. രാമ 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 പാഹി മാം രാമ 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 പാഹി മാം രാമ 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 പാഹി മാം. ആഹാ നല്ല ആളാ. കൊറേ നാളായല്ലോ കണ്ടിട്ട്. എവിടെയായിരുന്നു? ജീവിക്കണ്ടേ അമ്മാവാ. പിന്നെ ഇത്തവണ അമ്മാവന്റെ ആസ്മയ്ക്കുള്ള മരുന്ന് അവസാനം കിട്ടി. വലിയ ഉപകാരം. ഇന്നലെ മുഴുവൻ വരുവായിരുന്നു. അതിരിക്കട്ടെ. എന്നെ അന്വേഷിച്ച് ആരെങ്കിലും വന്നിരുന്നോ? ബോംബെക്കാരൻ ഇവിടെ വന്നപ്പോ അന്വേഷിച്ചായിരുന്നു. പിന്നെ നിങ്ങളെ കാണാൻ ആ ജീപ്പി വരുന്നില്ലേ, അവരും 2 പ്രാവശ്യം വന്നു. അത്രേ ഉള്ളൂ. പാവാട പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ പാവാട പ്രായത്തിൽ അലങ്കാസ്മകുറിയിട്ട തമ്പുരാട്ടി നിന്നെ നോയമ്പെന്ന് മുടക്കാം. നീ ഇവിടെ ബാക്കിയുള്ള പാടിയാ മതി. ഞാൻ കുളിച്ച് ഓഫീസിൽ പോയി അവന്റെ തങ്കാഭസ്മക്കുറി ഉടയ്ക്കുമായിരുന്നു. മുത്തലക്ഷ്മി, ആ 3-ാം നമ്പർ വന്നോന്ന് നോക്ക. അയാളോട് പറഞ്ഞേ 6 സ്ഥലത്തുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും എനിക്ക് പ്രശ്നമല്ല. 1-ാം തീയതി ആയാൽ എനിക്ക് വാടക കിട്ടണം. അത് നേരത്തെ പറഞ്ഞിട്ടുള്ളതാ. ഈ പിത്തലായിട്ട് ഒന്നും എന്റെ അടുത്ത് വേണ്ട. ഇല്ലെങ്കിൽ കാലിയാക്കാൻ പറ. 100 ആൾക്കാർ വന്ന് കാവൽ നിൽക്കുക. നാം ജീവിക്കുന്ന വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കണം. ഇന്ത്യയിലെ ജനസംഖ്യ ക്രമാതീതമായി വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി പറഞ്ഞത് നാം ഓർക്കണം. ഇന്ത്യയിൽ ഭൂരിഭാഗം ജനങ്ങളും എന്തിനാ മുത്തുലക്ഷ്മി ഇങ്ങനെ അലറി വിളിക്കുന്നത്? എനിക്ക് ചെവി കേട്ടൂടെ? പിന്നെ നല്ല പിച്ചിപ്പൂവിന്റെ മണമുള്ള സെന്റ് ഉണ്ട്, പാരീസിലുണ്ടാക്കിയതാ. വേണോ? കൃഷ്ണൻകുട്ടി ഒരു മര്യാദയില്ലാത്ത മനുഷ്യൻ. ഗിരിയോടൊരു ബഹുമാനമില്ല. അയ്യോ സാർ ഇവിടെ എപ്രാളൊന്നും വേണ്ട. അതല്ല സാർ ഇങ്ങോട്ട് വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതേ അല്ല. എന്റെ സ്ഥാപനത്തിലെ ഒരു ജീവനക്കാരന് എവിടെ എങ്ങനെ ജീവിക്കാൻ ഞാൻ അറിയണ്ടേ? ഇവിടെ ഉള്ള സൗകര്യത്തിലൊക്കെ ഇരിക്കാം. ഞാനിപ്പോ വരാം സാർ. ഒരു ചായ ഉണ്ടായി തരാം. ഇത് ചായക്കടയൊന്നും അല്ലല്ലോ. അതുകൊണ്ടല്ല, 2 മാസത്തെ അഡ്വാൻസ് തന്ന ആളല്ലേ, പിന്നെ ചായക്കണ്ട എത്ര ബുദ്ധിമുട്ട്? അച്ഛണ്ടാക്കണ്ട. എനിക്ക് ജോലി തന്ന ആളാ. ആദ്യമായിട്ട് വരിക. അടുത്തെങ്കിലും ഒരു കടയില്ലാത്തോണ്ടാ. അമ്മ അറിയരുത്. നെടുമങ്ങാടിനടുത്ത് ഇത്തിരി കുഴഞ്ഞ കണ്ടീഷൻ ഒരു കിളവൻ ചത്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കാണെങ്കിൽ അടുത്ത ഇഷ്യൂലേക്ക് കൊലപാതകങ്ങളൊന്നും റെഡിയായിട്ടില്ല. തന്നെ ആ ജോലി ഏൽപ്പിക്കാന്ന് കരുതിയാൻ വന്നത്. ശരി സാർ. ക്യാമറ ഞാൻ കാറിൽ കൊണ്ടുവന്നിട്ടുണ്ട്. താൻ പോയിട്ട് വൈകുന്നതിന് മുമ്പ് എത്തിയാലേ എനിക്ക് പ്രയോജനപ്പെടൂ. അതുകൊണ്ട് ആ ഓഫീസ് തുറക്കുന്നതിന് മുമ്പ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. പോകേണ്ട സ്ഥലത്തിന്റെ എല്ലാ വിവരങ്ങളും ഇതാ ഇതിൽ എഴുതിയിട്ടുണ്ട്. വേണ്ട പടങ്ങളെല്ലാം എടുത്തോണം. വ്യക്തമായ ഭാഗങ്ങളൊന്നും കിട്ടിയില്ലെങ്കിൽ വീടിന്റെ ഏതെങ്കിലും ഭാഗം എടുത്തോണം. അവിടെയാണ് ചോരപ്പാടുകൾ കണ്ടതെന്നും പറ്റി നമുക്ക് വെച്ച് കാച്ചാം. പിന്നെ ഒരു കാര്യം ഓർക്കേണ്ടത്, ഈ സ്ഥാപനം നിങ്ങളുടേതാണ്. അതിന്റെ അന്തസ്സ് കളഞ്ഞു വിളിക്കരുത്. ഇവിടുന്ന് അങ്ങോട്ടും അവിടെ നിന്ന് ഇങ്ങോട്ടും കാറിലെ യാത്ര ചെയ്യാവും. സാറിത് 15 രൂപയേ ഉള്ളൂ.
ഇവിടുന്ന് നെടുമങ്ങാട്ടേക്ക് കാറിൽ? നെടുമങ്ങാട് വരെ താൻ കാറിലിരുന്ന് ബുദ്ധിമുട്ടണ്ട. നാട്ടുകാരുടെ കാഴ്ചപ്പാടിൽ മിന്നലിന്റെ ലേഖൻ കാറിൽ വന്നായിട്ട് തോന്നിയാ മതി. ആ അതിന് ഇവിടുന്ന് ഇഷ്ടം പോലെ ബസ്സുണ്ട് നെടുമങ്ങാട്ടേക്ക്. ഏതെങ്കിലും ഉണ്ണി കയറുക. ബസ്സിൽ സഞ്ചരിച്ചാലുള്ള ഒരു നേട്ടം, ഒരു പത്രക്കാരൻ എന്ന നിലയിൽ പുതിയ ആൾക്കാര്, പുതിയ അനുഭവങ്ങൾ ഒക്കെ ഉണ്ടാവും. കാണാൻ ഇത്രയും പ്രകൃതി ഭംഗിയുള്ള സ്ഥലങ്ങൾ വേറെ എങ്ങും ഉണ്ടാവില്ല. ചുരുക്കത്തിൽ സുഖകരമായ ഒരു യാത്ര എന്ന് വെച്ചോളൂ. ജംഗ്ഷനിൽ നിന്ന് 1 കിലോമീറ്റർ അകലെയാണ് സംഭവ സ്ഥലം. നിങ്ങൾ ജംഗ്ഷനിൽ ഇറങ്ങുക. അടുത്തുള്ള ടാക്സി സ്റ്റാൻഡിൽ നിന്ന് സംഭവ സ്ഥലത്തേക്ക് ഒരു ടൂറിസ്റ്റ് കാർ പിടിക്കുക. അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ വന്നത് കാറിൽ തന്നെയാണെന്നുള്ള കാര്യം ആൾക്കാർക്ക് ബോധ്യമാകുന്ന വിധത്തിൽ കാർ പാർക്ക് ചെയ്യുക എന്നുള്ളതാണ്. കാര്യങ്ങൾ മംഗളമായി നടത്തുക. വീണ്ടും മടക്കയാത്ര ജംഗ്ഷനിൽ നിന്ന് ബസ്സിൽ തന്നെ. എന്റെ പോരെ? ഓ, ഇപ്പൊ വരികയാണെങ്കിൽ ഞാൻ ബസ് സ്റ്റാൻഡിൽ വിടാം. ഞാൻ കാറിൽ നിന്ന് ക്യാമറ എടുത്തോളാം സാർ. ആദ്യമായിട്ടുള്ള കാര്യമായതുകൊണ്ട് ഞാനൊന്ന് അമ്പലത്തിൽ പോയി തൊഴുതുകൊണ്ട് ആ വഴിക്ക് അങ്ങ് പൊയ്ക്കോളാം. ആ സാർ, ചായ വേണ്ട, മുറുക്കിയിരിക്കുക. ഓ, ഏതായി പെങ്കൊച്ച്? ഇത് മുത്തുലക്ഷ്മി, അവരുടെ വകയായി വീട്. സമയം കിട്ടുമ്പോൾ ഒരു പടം എടുത്ത് വെച്ചോ. നമുക്ക് ഏതെങ്കിലും ഒരു ലക്കത്തിന് കവർ അടിക്കാം. പുരുഷന്മാരെ ഇങ്ങനെയുള്ള ചുറ്റുപാടിൽ ഒന്ന് ബഹുമാനിക്കാം. അയ്യോ, എന്തോന്നാണ് ഇത്? കൈ അടിക്കാൻ വന്ന മറ്റുള്ളവന്റെ മോണ്ടെ അടിച്ച് പരുത്തണമെന്നുണ്ടോ? ക്ഷമിക്കണം സാർ. ഉം. ഈ അടുത്ത കാലത്ത് മരണം നടന്ന കുന്നുംപുറത്ത് വീട് എവിടെയാ? ഈ വഴി പോയാ മതി. 1 കിലോമീറ്റർ ഉണ്ട്. പക്ഷെ കാറ് പോവില്ല. കാറ് പോവില്ല? സാറേ, സാറിന് വേണേ ഞാൻ വീട്ടിൽ കൊണ്ടാകാം. പക്ഷെ 15 കിലോമീറ്റർ ചുറ്റിപ്പോണെന്നേ ഉള്ളൂ. 15 കിലോമീറ്റർ വേണ്ട, ഞാൻ നടന്നു പോയിക്കൊള്ളാം. എവിടുന്ന് വരിക? അല്ല, എവിടുന്ന് വരിക? ഞാൻ മിന്നൽ വാരിയെന്ന് വരിക. ആ, അത് ശരി, പടം എടുക്കാൻ വന്നായിരിക്കും അല്ലേ? ആ, അയാളെ ചത്ത നന്നേ സാറേ. വീട്ടുകാർക്കും നാട്ടുകാർക്കും 7 8 ഭാര്യമാരാ. ഓരെങ്കിൽ വെള്ളവും. ഇനി എന്ത് ദൂരമുണ്ട്? അത് ഇവിടുന്ന് നേരെ അങ്ങോട്ട് പോയി മോളോട്ട് കയറിയാൽ മതി. ഞാൻ മിന്നൽ വാരിയെന്ന് വരിക. മരണം ഒന്ന് കവർ ചെയ്യാൻ. നമസ്കാരം. അമ്മായി, പത്രക്കാരും ഇരിക്കുന്നു. മിന്നൽ വാരിക്കുന്ന അമ്മാനെ മരണത്തെ പറ്റി എഴുതാനും പടമെടുക്കാനാ. പോരട്ടിങ്ങോട്ട് ഞാൻ എല്ലാം പറയും. അയാളെ പറ്റിയുള്ള എല്ലാ രഹസ്യങ്ങളും അവളുമാരെ പറ്റിയും ഞാൻ പറയും. എല്ലാ അവളുമാരും ഒന്ന് നാറട്ടെ. അയ്യോ, അങ്ങനെയൊന്നും പറയരുത്. ഇത് നല്ലൊരു അവസരമാ. അമ്മാന്റെ സ്വത്തിനെ പറ്റി കേസ് കിടന്നിരിക്കല്ലേ. അമ്മായി അല്ലേ നിയമപരമായിട്ടുള്ള ഭാര്യ. ഇയാളോട് എല്ലാം അവിടെ തുറന്നു പറ. അവര് കാണുമ്പോ അമ്മായി ആയിരിക്കണം ഏറ്റവും കൂടുതൽ ദുഃഖമുള്ള ആള്. സാറേ, നിങ്ങളുടെ ഭാര്യയ്ക്ക് ഇവിടൊക്കെ നല്ല ഡിമാൻഡുണ്ട്.
എല്ലാ തവണയും പെണ്ണുങ്ങളുടെ പടം തന്നെ കവറിലടിക്കണം. ഈ ആണുങ്ങളുടെ പടം അടിച്ചാൽ ആര് വാങ്ങിക്കാനാ? പിന്നെ നിങ്ങളുടെ വാരിയിൽ ഒരു നക്ഷത്രഫലം വേണം. അത് വാങ്ങിക്കാൻ ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട്. സാറേ, ഈ പത്രക്കാരാവുമ്പോഴേ മന്ത്രിമാരായിട്ടൊക്കെ നല്ല ബന്ധം കാണുമല്ലോ. പിന്നെ അപ്പോ ആരോഗ്യമന്ത്രിയുമായിട്ട് എങ്ങനെയാ, അടുപ്പത്തിലാണോ? ആരോഗ്യമന്ത്രിയായിട്ട് പിന്നെ ഞങ്ങൾ വളരെ ക്ലോസാ. എന്റെ മോള് മലപ്പുറത്താ ജോലി ചെയ്യുന്നത്, ആശുപത്രി നഴ്സാ. അവളെ തിരുവനന്തപുരത്തേക്കും തട്ടാൻ പറ്റുമോ? ഞാനൊന്ന് നോക്കട്ടെ, 2 പടം എടുത്തോട്ടെ. ഓ, അയ്യോ, എന്നെ രാമേശ്വരത്ത് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതാണ്. ഞാനിത് എങ്ങനെ സഹിക്കും എന്റെ ദൈവമേ? നായിക്ക് 40 പ്രാവശ്യം വെറ്റ തീർന്നോ പാക്ക തീർന്നോ ഭവാനിന്ന് ചോദിച്ചോണ്ട് എന്നെ പുറകെ നടന്നിരുന്നതാണ്. അമ്മേ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മരിക്കേണ്ടവർ മരിച്ചു. അമ്മ സമാധാനമായിട്ടിരിക്കും. ഞാൻ എങ്ങനെ സമാധാനിക്കണമെന്നായി പറയുന്നത്? രാത്രി വീട്ടിലേക്ക് വരുന്ന വഴി വയലിനടുത്ത് മരിച്ചു കിടക്കുന്നതായി കണ്ടു എന്നല്ലേ പറഞ്ഞത്? ഈ മരണത്തിൽ അമ്മ ആരെങ്കിലും സംശയിക്കുന്നുണ്ടോ? അമ്മയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? സാറേ, മലപ്പുറത്തുനിന്ന് തിരുവനന്തപുരത്തേക്ക് തട്ടിയേ പറ്റും എന്റെ മോളെ. പലതും മുടക്കാനും ഞാൻ തയ്യാറാണ്. പക്ഷേ ആരോഗ്യമന്ത്രിയെ ഒന്ന് ഉഷാറാക്കി തരണം. ഒരു മിന്നലെ ഇവിടെ വരണ്ട. രാമപിള്ള ചേട്ടന്റെ മോൾക്ക് അവിഹിത ഗർഭമുണ്ടെന്ന് എഴുതിയവരവര് അവന്മാരെ ഭാര്യ എടുക്കാൻ വേണ്ടി ഇവന്മാർ എഴുതിയ കള്ളക്കഥകളുടെ പേരില ആ പാവം പെണ്ണ് ആത്മഹത്യ ചെയ്തത്. അമ്മ ഇങ്ങോട്ട് നോക്കി. കുഞ്ഞെ, ഫോട്ടോ എടുക്കാനാണെങ്കിൽ മക്കളെ മരുമക്കളെ ഒക്കെ ഒന്ന് വിളിക്കാം, അല്ലെ പിന്നെ നാളെ അത് പ്രശ്നമാകും. ചേച്ചി ഒന്ന് പുറത്തേക്ക് പോയേ, ഒന്ന് പോയേ. ഇവൻ ആരും അവിടെ കയറ്റി വിട്ടതെന്ന് അറിയണമല്ലോ. എനിക്കെന്താണ് കാര്യം? ഇറങ്ങണോ? എനിക്ക് ഇദ്ദേഹത്തോട് സംസാരിക്കാൻ. സംസാരിക്കാനല്ല, പെരുമാറാണ് ഞങ്ങൾ വന്നത്. ഓടോ. എവിടാ എന്റെ ക്യാമറ? 3000 രൂപ വിലയുള്ള നല്ല പ്രശ്നം. ഇപ്പൊ അതുപോലെ ക്യാമറ ഇറങ്ങുന്നില്ല. ഇത്ര ഉത്തരവാദിത്തമില്ല പെരുമാറട്ടെ എന്റെ മുമ്പ് വന്നിരിക്കുന്ന എനിക്ക് എങ്ങനെ വന്നോ ധൈര്യം? 7-8 ആൾക്കാർ ഒരുമിച്ച് എതിർത്താൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും സാർ? സാറിറങ്ങാൻ കണ്ടിട്ടില്ല. ഞാൻ ജീവനോടെ തിരിച്ചു വന്നത് ഭാഗ്യം. ഉള്ള തല്ലും മുഴുവൻ കൊണ്ട് നാണമില്ല കയറി വന്നുകൊണ്ട് എനിക്കോ പ്രയോജനം ഉണ്ടോ? അവിടെ കയറി ചത്ത് കിട്ടിയിരുന്ന അതിന്റെ പേര് 10 കോപ്പി ഞാൻ കൂടുതൽ വിറ്റേനെ. സാർ എന്റെ പ്രയാസം കൊടുത്ത് മനസ്സിലാക്കണം. ഞാൻ മനപ്പുറം ക്യാമറ കൊണ്ട് കളഞ്ഞൊന്നുമല്ല. ഈ ചുറ്റുപാട് കയറാൻ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നേ ചെയ്യാൻ പറ്റൂ, ഇന്ന് പോലെ ഞാനിവിടെ ജോലി ചെയ്യണ്ട. പിരിഞ്ഞു പോകുന്നതിനും എന്റെ ക്യാമറയുടെ പൈസ തരണം. അല്ല തന്നെ ഇങ്ങോട്ട് പറഞ്ഞാൽ ജോസഫ് സാറിനെ ഇവിടെ വരുത്തും, കാശ് എണ്ണി മേടിക്കും. എന്താ വേണ്ടത് പുറത്ത് പോയി ആലോചിക്കും. ആ ബാബാ, വിഷമട്ടി, വിഷമിച്ചിട്ട് കാര്യമില്ല. പണം അവരുടെ കയ്യിലും കഴിവ് നമ്മുടെ കയ്യിലും ആയിപ്പോയി. പണമില്ലെങ്കിൽ കഴിവിന് ഒരു കാര്യമില്ല. ഞാൻ MA സംസ്കൃതമാണ്. കാളിദാസന്റെ ശാകുന്തളം പോലെ ഒരെണ്ണം എഴുതണമെന്നുള്ളതായിരുന്നു ജീവിതത്തിലെ എൻ്റെ ആഗ്രഹം. ഇപ്പൊ ഇവിടെ എഴുതിക്കൊണ്ടിരിക്കുന്നത് വിക്രമൻ എന്ന കള്ളപ്പേരിൽ ശോശാമ്മയുടെ മധുരസ്വപ്നങ്ങളാ. ജീവിക്കണ്ടേ? ഞാൻ പറഞ്ഞത് പറയണ്ട. കൃഷ്ണൻകുട്ടി മാഡത്തെ കണ്ടൊന്ന് സംസാരിക്കും. അവര് പറഞ്ഞ അങ്ങനെ അപ്പുറമില്ല. എന്റെ കുഴപ്പം കൊണ്ടല്ലേ ചേച്ചി. ഇതിനു മുമ്പ് ഈ ഓഫീസിൽ നിന്ന് ആരോ അവിടെങ്ങാണ്ടുള്ളൊരു പെൺകുട്ടിക്ക് അവിഹിത ഗർഭമുണ്ടെന്ന് എഴുതി വെച്ചു. ആ കുട്ടിക്ക് ഗർഭമൊന്നുമില്ലായിരുന്നു. അതിന്റെ പേരിൽ ആ കുട്ടി ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. അതിന്റെ ആങ്ങളെ ആൾക്കാരുമാണ് ഈ കുഴപ്പമൊക്കെ ഉണ്ടാക്കിയത്. എന്നെ ഇവിടെ നിന്ന് ഇപ്പം പറഞ്ഞയക്കരുത്. എന്റെ ചുറ്റുപാട് അങ്ങനെയാണ്. ജോസഫ് സാറാണെങ്കിൽ എന്നെ അങ്ങേ അറ്റം സഹായിച്ചിട്ടുള്ള മനുഷ്യനാണ്. ഞാൻ കാരണം അദ്ദേഹത്തിനൊരു ബുദ്ധിമുട്ടുണ്ടാവരുത്. ഞാൻ ഇവിടെ തന്നെ ജോലി ചെയ്ത് ക്യാമറയുടെ കടം തീർത്തോളാം. ചേച്ചി എനിക്ക് വേണ്ടി അദ്ദേഹത്തോടൊന്ന് പറയണം. താനൊരു ഉപദ്രവമായല്ലോ. കാലെടുത്ത് വെച്ചപ്പോഴേ എനിക്ക് 3000 രൂപ നഷ്ടം. നീ എന്റെ മഹാത്ഭുതം ഉണ്ടാക്കാൻ പോകുന്നായി പറയുന്നേ. കൃഷ്ണൻകുട്ടി, മനസ്സിലുള്ളത് എന്താണെന്ന് അറിയിക്കാതെ പറ. എങ്കിലല്ലേ അദ്ദേഹത്തിന് ഒരു തീരുമാനം എടുക്കാൻ പറ്റൂ. നമ്മുടെ വാരികയിൽ തൽക്കാലം ഇല്ലാത്ത രീതിയിലുള്ള
വ്യത്യസ്തമായ ഒരു പങ്ക്തി. വളച്ചൊടിക്കാതെ കാര്യം പറയൂ. എന്നോട് വ്യത്യസ്തമായ പങ്ക്തി. ഞാൻ നക്ഷത്രഫലം എഴുതാം സാർ. തന്റെ നക്ഷത്രം ശരിയല്ല, പിന്നാണോ മറ്റുള്ളവരുടെ നക്ഷത്രഫലം എഴുതാൻ പോകുന്നത്? അങ്ങനല്ല സാർ. ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടുള്ളത് കണിയാന്മാരെയാണ്. അതുകൊണ്ട് എനിക്ക് അവരുടെ ആ ഭാഷയും രീതിയൊക്കെ അറിയാം. പിന്നെ ആൾക്കാരെ വിശ്വസിപ്പിക്കാന്നുള്ളതേ ഉള്ളൂ. അതിന് സാർ വാരികയിൽ നല്ല പരസ്യവും എനിക്കൊരു പുതിയ പേരും ഒക്കെ തരാമെന്നുണ്ടെങ്കിൽ. എന്താ പറയുന്നത്? ഐഡിയ കൊള്ളാം, ചെലവാകുന്നതാ. ചില ഏജന്റന്മാർ മുമ്പേ ഇങ്ങനെ ഒരു പങ്ക്തി തുടങ്ങിയ കൊള്ളാമെന്നോ കൊള്ളില്ലെന്നോ? കൊള്ളാമെന്ന്. പക്ഷെ അതുകൊണ്ട് മാത്രം ഞാൻ തനിക്ക് ശമ്പളം അങ്ങനെ മുള്ളാകുന്നേ. കൊപ്രക്കളത്തിൽ കുറച്ച് പണിയുണ്ടാവും. വെളിച്ചെണ്ണയ്ക്കല്ല മാർക്കറ്റ് പിടിക്കണം. അതിനുവേണ്ടി പല സ്ഥലത്തും പോകേണ്ടി വരും, അലേണ്ടി വരും. ചെയ്യാം സാർ. ആ, തന്റെ ശമ്പളം 400 രൂപയാണല്ലോ നിശ്ചയിച്ചിരിക്കുന്നത്. അതില് ഒരു 300 രൂപ മാസം തോറും ക്യാമറ ഞാൻ പിടിക്കും.